നിയമസഭയിൽ ഇന്നലെ ഉണ്ടായ സംഭവവികാസങ്ങളിൽ പ്രതിപക്ഷത്ത് രണ്ട് അഭിപ്രായം. മുഖ്യമന്ത്രിയെ നേരിട്ട് കടന്നാക്രമിക്കാൻ പറ്റുന്ന ഒരു വിഷയത്തിൽ ചർച്ച വേണ്ടതായിരുന്നു എന്നാണ് ഒരു പക്ഷത്തിന്റെ നിലപാട്. പിണറായി വിജയന്റെ മലപ്പുറം പരാമർശം സംബന്ധിച്ച വിഷയത്തിൽ ചർച്ചയാകാമെന്ന് സർക്കാർ നിലപാടെടുത്തപ്പോൾ ചർച്ച ഒഴിവാക്കിയത് ശരിയായില്ല എന്നാണ് വിമർശനം. പ്രതിപക്ഷ പ്രതിഷേധം അതിര് കടന്നുപോയി എന്ന ചർച്ചയും ഉയരുന്നുണ്ട്. മുഖ്യമന്ത്രി നേരിട്ട് മറുപടി പറയേണ്ട ആരോപണങ്ങളിൽ സ്പീക്കർ മുഖ്യമന്ത്രിക്ക് സംരക്ഷണം ഒരുക്കുന്നു എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. സഭ തുടങ്ങിയപ്പോൾ മുതൽ പ്രതിഷേധം. അതുകൊണ്ട് നഷ്ടമായത് ഹിന്ദു ദിനപത്രത്തിൽ വന്ന മലപ്പുറം ജില്ലയ്ക്കെതിരായ വിവാദ അഭിമുഖം സംബന്ധിച്ച ചർച്ച. അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിച്ചപ്പോൾ കണ്ടത് മുഖ്യമന്ത്രിയും പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള നേർക്കുനേർ തർക്കം. ഈ തർക്കത്തിൽ പ്രതിപക്ഷത്തിന് നഷ്ടമായത് അടിയന്തര പ്രമേയത്തിന്മേൽ മുഖ്യമന്ത്രി കടന്നാക്രമിക്കാനുള്ള അവസരമാണ്. ഇതിൽ പ്രതിപക്ഷത്ത് രണ്ട് അഭിപ്രായമുണ്ട്. ചർച്ച നടന്നിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിയും സർക്കാരിനെയും പ്രതിരോധത്തിൽ ആക്കാമായിരുന്നു എന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള അധിക്ഷേപപരമായ പരാമർശങ്ങളെ തുറന്ന് എതിർക്കണമെന്നുള്ളതായിരുന്നു മറുപക്ഷത്തിന്റെ വാദം. പ്രതിപക്ഷത്തെ അഭിപ്രായ ഭിന്നത ഭരണപക്ഷം മുതലെടുത്തു. പ്രതിപക്ഷ നേതാവിനെ അടക്കം ഭരണപക്ഷ അംഗങ്ങൾ പരമാവധി പ്രകോപിപ്പിച്ചു. ഒടുവിൽ അടിയന്തര പ്രമേയത്തിന്മേൽ ചർച്ചയില്ലാതെ സഭ പിരിഞ്ഞു. സഭാതലത്തിൽ അടിയന്തര തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പ്രതിപക്ഷ നേതൃത്വം പരാജയപ്പെട്ടു എന്നാണ് ഉയരുന്ന വിമർശനം. നിയമസഭാ ചട്ടമനുസരിച്ച് ഒരു പ്രശ്നത്തിൽ ഒറ്റത്തവണയിൽ കൂടുതൽ അടിയന്തര പ്രമേയത്തിന് അനുമതി ഉണ്ടാകില്ല. അങ്ങനെ വരുമ്പോൾ ഇനി മുഖ്യമന്ത്രിയുടെ ഹിന്ദു ദിനപത്രത്തിലെ അഭിമുഖം സംബന്ധിച്ച ഇനി പ്രതിപക്ഷത്തിന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാനാവില്ല. ബില്ലിന്മേലുള്ള ചർച്ചകൾക്കിടയിലോ സബ്മിഷനായോ അഭിമുഖ വിവാദം ഉന്നയിക്കാമെന്നാണ് പ്രതിപക്ഷത്തിന് ഇപ്പോഴത്തെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.